ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 29ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവ് തൊട്ട് എപ്പിസോഡ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നവരിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ് ലക്ഷ്മി. അതിനുള്ള കാര്യം ഇന്ന് രാവിലെ തന്നെ കാണിക്കുന്നതുമുണ്ട്. അനീഷ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽഡ് കാർഡ് എൻട്രീസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും ചീപ്പ് വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് നിങ്ങൾ എന്ന്. അതിൻ്റെ അകത്ത് പ്രൊവോക്കേഷൻ പലരും വീഴുന്നു. ജിഷിൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, വെറുതെ അല്ല താങ്കളുടെ പാർട്ണർ ഇട്ടിട്ട് പോയത് എന്ന്. അപ്പോൾ ലക്ഷ്മി അവിടെ തന്നെ തിരുത്തുന്നുണ്ട്, നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല, അപ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യും. അതിനുശേഷം ജിഷിൻ്റെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ച് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജിഷിൻ പ്രൊവോക്ഡ് ആവുന്നതുണ്ട്. അതിനെ അക്ബർ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കും, അപ്പോൾ അനീഷിനെ അങ്ങനെ പറയാവോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ചീപ്പ് ഗെയിം ആണ് എന്ന് സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നവരിൽ ഈ പഴയ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഈ എന്താ പറയുക, പേഴ്സണലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പ്രൊവോക്ക് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കുന്നതുമില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ പണിപ്പുര ടാസ്ക് ആയിരുന്നു. പണിപ്പുര ടാസ്കിൽ മീഡിയം പണി കിട്ടിയവർ ഷാനവാസ്കയും റേന ഫാത്തിമയുമാണ്. ഈ പണിപ്പുര ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പിള്ള കൊച്ച് കിടന്ന് കരയുന്നത് പോലെ കരയുന്നതായിട്ടാണ് കാണാനിടയായത്. പുള്ളിക്കാരനൊരു വിന്നിങ് മെറ്റീരിയൽ ഒന്നുമല്ല. പുള്ളിക്കാരന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ കിടന്ന് കച്ചറ ഉണ്ടാക്കും, പിന്നെ ചെറിയൊരു പ്രൊവോക്കേഷനും. ഇത്രയേ ഉള്ളൂ അനീഷ് എന്ന് പറയുന്ന വ്യക്തി. ഇനി എന്താണ് പണി എന്ന് പറയാം. രണ്ടാഴ്ചത്തേക്ക് മോഹൻലാൽ സാറിനെ കാണാൻ പറ്റില്ല വീക്കെൻഡ്സിൽ. ഷാനവാസ്കയ്ക്കാണെങ്കിലും ശരി, റേന ഫാത്തിമയ്ക്കാണെങ്കിലും. അപ്പോൾ റേന ഫാത്തിമ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് 4 പ്രാവശ്യം മസ്താനി പിന്നെ റേന ഫാത്തിമേനെ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചു എന്ന് പിന്നെ റേന ഫാത്തിമ പറയുന്നു. ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ട്, അതൊക്കെ ബീപ്പ് അടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനുമോളും അതിലേയും കൂടെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആര് പറഞ്ഞതുകൊണ്ടായിരിക്കണം? നമ്മുടെ മസ്താനി അനുമോളുടെ ഗ്യാങ്ങിലുള്ളതാണ്. അപ്പം അത് പറഞ്ഞുകൊണ്ടായിരിക്കണം. ഈ അനുമോളൊന്നും ഇടപെടുന്നൊന്നുമില്ല. അനുമോളുടെ കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് ഇത് വലിയ പ്രശ്നമാക്കി ഭൂമി കുലുക്കമാക്കി മാറ്റും. ഇതും അനുമോളുടെ കൂടെ ഉള്ള ഒരാൾ ചെയ്തുകൊണ്ട് അനുമോൾക്ക് പ്രശ്നമില്ല. അത് ക്യാമറയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അനുമോൾ ചിരിച്ച് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അക്ബർ ഷാനവാസും കായും തമ്മിൽ വീണ്ടും തെറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ. അപ്പം എന്നെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പ്രൊവോക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ്ക. പിന്നെ എന്തോ പൊട്ടനെന്ന് വിളിച്ചു, എന്തൊരു പൊട്ടത്തര ഗെയിം കളിച്ചതിൻ്റെ പേരിൽ ഷാനവാസ്കനെ പൊട്ട എന്ന് അക്ബർ വിളിക്കുമായിരുന്നു. അത് നിൻ്റെ അച്ഛനോട് പോയി പറയാനോ അങ്ങനെ എന്തോ ഷാനവാസ്ക തിരിച്ചും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഷാനവാസ്ക ജസ്റ്റ് അക്ബറിനെ ഉന്തുന്നുണ്ട്. അപ്പം ചീറി വരുന്നുണ്ട്. പക്ഷേ സംയമനം പാലിച്ചു അക്ബർ അവിടെ. അപ്പോഴേക്കും ബിഗ് ബോസ് വിളിക്കുകയാണ് കൺവെൻഷൻ റൂമിലേക്ക്. ചൂടാവുന്നുണ്ട് ബിഗ് ബോസ്. അവരെ കുറേ നേരം അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശൈത്യൻ്റെ കാര്യമാണ് കഷ്ടം. അനുമോളുടെ കൂടെ കൂടി എന്നൊരു തെറ്റേ പാവം ചെയ്തിട്ടുള്ളൂ. ആരോ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മസ്താനി പിന്നെ വൈൽഡ് കാർഡിൽ വന്ന കുറച്ച് പേര് പറഞ്ഞു ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന്. കേട്ട പാതി കേൾക്കാതെ നേരെ നമ്മുടെ ശൈത്യമായിട്ട് മിണ്ടാണ്ടിരിക്കുക, കാരണവും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടാവുമോ ആർക്കെങ്കിലും? എന്നിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു താനും. ചിലപ്പോൾ നാളെ ചക്കര അടയാവുമായിരിക്കും. എന്നിട്ട് ശൈത്യ പിന്നെ ഇത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഞാൻ അനുമോളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടാണ് നിങ്ങളോട് ആരോടും സംസാരിച്ചിട്ടുണ്ടോ? എല്ലാവരും പറയുന്നു ഇല്ല എന്ന്. അപ്പം ശൈത്യ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് ഗെയിം കളിച്ചു. എനിക്ക് നല്ലൊരു ക്യാരക്ടറായിട്ടാണ്, അനുമോളെക്കാരും എന്തായാലും നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് കാണാനിടയായത്. അതിനുശേഷം മസ്താനീൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? സോ അതിനെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ മസ്താനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ 29 ദിവസത്തിൽ കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായത് അക്ബറും ഷാനവാസ്കായും ഇരുന്ന് സംസാരിച്ചപ്പോഴാണ്. അത് നല്ല കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് ഇത്രയും ദിവസത്തിൽ കാണാനിടയായത്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചവർ ഒന്ന് ലക്ഷ്മിയുണ്ട്, അത്യാവശ്യം അനീഷുണ്ട്, പിന്നെ നമ്മുടെ അക്ബറുണ്ട്, ഷാനവാസ്കായുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.